എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ആഗോള പ്രസക്തമായ പരിസ്ഥിതി സൗഹൃദ സമൂഹം എന്ന വിഷയം പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. ശ്രീ മാത്യു എം കുര്യാക്കോസ് രചിച്ച പ്രകൃതിക്ക് ഒരു പുനർവായന എന്ന അനുഭവക്കുറിപ്പുകളുടെ ഒരു സമാഹാരം. തന്റെ തൊഴിൽ മേഖലയിൽ സാമൂഹ്യ മേഖലകളിലും നടത്തിയ ഇടപെടലുകളും അനുഭവങ്ങളും 33 അധ്യായങ്ങളിലായി വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് പ്രകൃതിക്ക് ഒരു പുനർവായന. ഈ 33 അധ്യായങ്ങൾ പരിസ്ഥിതിയുടെ ദർശനം, മലയാളുന്നോർ, പശിയടക്കാൻ പോലും പച്ചവെള്ളമില്ലാ കാലം, ഓർമ്മിക്കുമോ ഈ പ്രകൃതി പാഠങ്ങൾ, വേണ്ടാത്ത പണികൾ ഈ മണ്ണിൽ വേണ്ട തുടങ്ങിയ രസകരമായ തലക്കെട്ടുകളിലൂടെ പഴഞ്ചൊല്ലുകളും ലോകോക്തികളും കുറും കവിതകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്ന അനുഭവക്കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ്. ഇതിലെ ഒന്നാമത്തെ അധ്യായമായ പരിസ്ഥിതിയുടെ ദർശനം എന്ന ഭാഗത്ത് തന്നെ ഭൂമി മനുഷ്യന്റെ അല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ് എന്ന് വളരെ ലളിതമായ ആശയം രസകരമായ ഉദാഹരണത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. നാം ചവിട്ടി നിൽക്കുന്ന മണ്ണും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും കഴിക്കുന്ന ഭക്ഷണവും വിഷരഹിതമായിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതുപോലെ അത് വിഷരഹിതമായി അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള കടമയുമുണ്ട്. ഈ പ്രകൃതി വിഭവങ്ങൾ നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, മറിച്ച് അത് അനന്തര തലമുറകൾക്കു കൂടി അവകാശപ്പെട്ടതാണ് എന്ന തിരിച്ചറിവിലേക്ക് നയിക്കാൻ ഈ 33 ലേഖനങ്ങളും സഹായിക്കുന്നുണ്ട്. സ്കൂൾ അധ്യാപകനായും കോളേജ് അധ്യാപകനായും NCCയുടെ NSSന്റെയും നേച്ചർ ക്ലബിന്റെയും ഒക്കെ സജീവ സാന്നിധ്യവുമായി പ്രവർത്തിച്ച സമയങ്ങളിലെ അനുഭവങ്ങളാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. ആഗോള പ്രശസ്തമായ പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട സിയാറ്റിൽ മൂപ്പനിൽ നിന്ന് തുടങ്ങി എല്ലാ അധ്യായങ്ങളിലും ആഗോള പ്രശസ്തരായ പരിസ്ഥിതി പ്രവർത്തകരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും വളരെ ലളിതമായ ഭാഷയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നാം ഭൂമിയെ മലിനമാക്കിയാൽ ആ മാലിന്യത്തിൽ കിടന്ന് നാം ശ്വാസം മുട്ടും എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിയാറ്റിൽ മൂപ്പൻ പറഞ്ഞ ആ പ്രവാചക സ്വരത്തിന്റെ ധ്വനി അതിഭംഗിയായി മാത്യു എം കുര്യാക്കോസ് ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാന്തോട്ടിൽ മാലിന്യത്തിൽ മുങ്ങി മരിച്ച ജോയി എന്ന മനുഷ്യൻ ഈ പ്രകൃതിയോട് കാണിക്കുന്ന ദുരന്തത്തിന്റെ ഒരു സൂചനയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ പുസ്തകത്തിന്റെ കാലിക പ്രസക്തി വർദ്ധിക്കുന്നത്. മലയാളുന്നോർ എന്ന ഒരു അധ്യായത്തിൽ വളരെ രസകരമായ ഒരു കവിതയിലൂടെയാണ് ഇതിന്റെ ഗൗരവം അവതരിപ്പിക്കുന്നത്. P.P. രാമചന്ദ്രൻ മാഷിന്റെ കാറ്റേ കടലേ എന്ന കവിതയിലെ ആദ്യ 4 വരികൾ ചൊല്ലിക്കൊണ്ടാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. ഉമ്മറക്കോലായിൽ നിന്ന് എടുത്തു വെക്കാൻ മറന്നുപോയ കിണ്ടി കളവ് പോയതുപോലെ പുലർച്ചെ വയലിനക്കരയുള്ള ഒരു കുന്ന് കാണാതെയായി. മണ്ണും മലകളും പുഴകളും ഒക്കെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് എത്ര ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കുക. നഷ്ടവ്യഥയോടൊപ്പം നമ്മുടെ ഒരു ഉത്തരവാദിത്വ കുറവിലേക്ക് കൂടി ആ പ്രയോഗങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്. അതായത് മലകളുടെ ആരോഗ്യമാണ് താഴ്വാരങ്ങളുടെ സമ്പന്നത. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മലകളും പുഴകളും ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിതം നിലനിർത്തേണ്ടതിന്റെ തന്നെ ആവശ്യമാണെന്ന് അദ്ദേഹം ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ട്. മലകൾ, പുഴകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് നൽകിയ സ്ത്രീധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ പഴയ പാട്ടുകളുണ്ട്. ഈ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം എത്ര ഉദാസീന ഭാവത്തിലാണ് മലകളെയും പുഴകളെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ബോധ്യമാകും. ഇനി ലേഖനങ്ങളുടെ സവിശേഷമായ മറ്റൊരു കാര്യം, ഇത് കേവലമുള്ള പ്രസംഗം മാത്രമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇടപെടാൻ പറ്റുന്ന ചില സൂചനകൾ വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് പരമാവധി കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ,
ജൈവ സാക്ഷരത എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി എങ്ങനെ പ്രകൃതി സംരക്ഷണത്തിൽ ബദ്ധശ്രദ്ധരാകാം എന്ന് നിരവധി ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ അധ്യായത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൊളുത്തിപ്പറിക്കുന്ന ഒരു വികാരം ഉണ്ടാകും. നമ്മുടെ ജീവിതം എത്രത്തോളം പൊള്ളത്തരം നിറഞ്ഞതാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ ഓരോ ലേഖന ഭാഗവും കൊണ്ടുപോവുകയും ഇനിയെങ്കിലും ആ ഒരു തിരിച്ചുവരവിലേക്ക് നാം എത്തണം, അതിന് നമുക്കും നമ്മുടേതായ മാർഗങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഭരണകൂടവും നിയമ സംവിധാനവും ഒക്കെ ഇതിന്റെ പിറകിൽ വർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം മനോഭാവത്തിൽ വരുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് നമുക്കും ചെറുതല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് രസകരമായ ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. 2024 സെപ്റ്റംബർ മാസം ആഗോള കത്തോലിക്ക സഭ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ബദ്ധശ്രദ്ധരായിരിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രവർത്തിക്കാൻ ലോകത്തോട് മുഴുവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിലൂടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിന്റെ അതീവ പ്രാധാന്യത്തെക്കുറിച്ചാണ് നാം ഓർക്കേണ്ടത്. അവസാന അധ്യായങ്ങളിൽ എത്തുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്, അതിന് ഒരു പ്രയാസവുമില്ല എന്നതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ മാത്യു കുര്യാക്കോസ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പുറന്താൾ കുറിപ്പിൽ പ്രമുഖ ശാസ്ത്ര ലേഖകനായ പ്രൊഫസർ എസ് ശിവദാസിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രകൃതിബോധമില്ലാത്ത, പ്രകൃതി വിഭവങ്ങളുടെ വിലയറിയാത്ത, പ്രകൃതി സംരക്ഷണം സംസ്കാരത്തിന്റെ ഭാഗമായി തീരാത്ത ഒരു ജനസമൂഹം നശിക്കും. ആ ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് പ്രകൃതിക്ക് ഒരു പുനർവായന എന്ന മാത്യു കുര്യാക്കോസാറിന്റെ ഈ പുസ്തകം. അക്ഷരാർത്ഥത്തിൽ ആ പ്രയോഗം അങ്ങനെ തന്നെയാണ്. പ്രാണൻ തുടിക്കുന്നതും നല്ല ചോരയോട്ടമുള്ളതുമായ ഒരു ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഇതിന്റെ അനുബന്ധം തയ്യാറാക്കിയ കവി ഡോക്ടർ സോമൻ കടലൂർ പറയുന്നു. തീർച്ചയായും ഈ പുസ്തകം ഭൂമിക്ക് ഉള്ള ഒരു ചരമഗീതമല്ല, അതിനും അപ്പുറത്ത് ഇനി വരുന്നൊരു തലമുറയ്ക്കും ഇവിടെ വാസം സാധ്യമാകണം, അതിന് ഉള്ള അവസരം സൃഷ്ടിക്കേണ്ടത് നമ്മളാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. സമൂഹ മനസാക്ഷിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. വയലാറിന്റെ പ്രശസ്തമായ വരികളുണ്ട്: ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, ഇനിയൊരു ജന്മം കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ കൊതിക്കുന്ന മനുഷ്യരാകാൻ നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് മാത്യു എം കുര്യാക്കോസിന്റെ പ്രകൃതിക്ക് ഒരു പുനർവായന എന്ന ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും ഇത് നിങ്ങൾ വായിക്കണം. ഒറ്റയിരിപ്പിന് തന്നെ വായിച്ചു തീർക്കാവുന്ന പുസ്തകമാണ്. 4 പേജ് പോലും ഒരധ്യായത്തിലില്ല. വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. തിരിച്ചറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാ പൊതുസമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും അത് സമൂഹ മനസാക്ഷിയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിനും ഉണർവിനും കാരണമാകട്ടെ. ദീപനാളം പബ്ലിക്കേഷൻസിൻ്റെതാണ് ഈ പുസ്തകം, പ്രകൃതിക്കൊരു പുനർവായന. നന്ദി, നമസ്കാരം.